അല്ല, അതേപ്പറ്റിയൊന്നും എനിക്ക് കമൻറ്റ് ചെയ്യേണ്ട കാര്യമില്ല. പൊതുവിഷയമല്ല, അതൊരു വിഷയമല്ല. പലരും ജയിലിൽ കിടപ്പുണ്ടാവും, അത് വിഷയമല്ല. കേരളത്തിലതൊന്നും ഒരു പ്രശ്നമല്ല ജനങ്ങൾക്ക്. ഇത് ഷാജഹാൻ്റെ എൻ്റെ സുഹൃത്താണ്, ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതൊന്നും ജനങ്ങൾക്കൊരു പ്രശ്നമല്ല. അത് വ്യക്തമല്ലേ, നിങ്ങൾ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നമല്ലേ. അതല്ല, ഒരു പ്രശ്നം കഴിഞ്ഞ് ഇന്നലെ ഒരു മാധ്യമത്തിൻ്റെ ലേഖനം പറയുകയാണ് ഗവൺമെൻറ് പരാജയപ്പെട്ടു. നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു ഗവൺമെൻറ് ഒന്നും പരാജയം, ഗവൺമെൻറ് ഉറച്ച നിലപാടാണ് എടുത്തത്. ആ നിലപാട് നിന്നു. പ്രതികളെ പിടിച്ചപ്പോൾ എഴുന്നേറ്റ് വാദം എന്ത് ചെയ്യും? അമ്മ പറഞ്ഞല്ലോ പ്രതികളെ പിടിച്ചാൽ എഴുന്നേക്കൊണ്ടെന്ന്, അതല്ലേ അവർ ചെയ്തത്. പിന്നെ മുഖ്യമന്ത്രി സംസാരിച്ചു. ഇതൊക്കെ നിങ്ങൾ അങ്ങനെ അങ്ങോട്ട് എഴുതുന്നു, പോസിറ്റീവായിട്ട് എഴുതുക. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമൊക്കെ നിങ്ങൾ കോടതി ചോദ്യം ചെയ്യുന്നു. ജാമ്യമില്ലാ വകുപ്പിൽ ഒരുപാട് പേര് കിടപ്പുണ്ടെന്ന്. 80,000 മുസ്ലിം യുവാക്കൾ ജാമ്യമില്ലാതെ തീവ്രവാദികളായിട്ട് UPA ഗവൺമെൻറ് അടച്ചവരുടെ കിടക്കുക. BJP അവരെ വിടുന്നില്ല. ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ കേരളത്തിൽ, ഇന്ത്യയിൽ? എന്താ സംസാരിക്കാതെ? 80,000 മുസ്ലിം യുവാക്കൾ തീവ്രവാദികളായിട്ട് മുദ്ര കുത്തി വിവിധ ജയിലിൽ കിടക്കാണ്, വിചാരണയില്ല, വർഷങ്ങളായി. ആരും സംസാരിക്കുന്നുണ്ടോ ഇന്ത്യ രാജ്യത്ത്? ഈ ഇരട്ടത്താപ്പൊന്നും വേണ്ട. ഞങ്ങൾ സ്ട്രൈറ്റ്